നമസ്കാരം. നവരാത്രിയുടെ 8ാം ദിവസം മഹാഗൗരി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. മഹാദേവനെ വരനായി ലഭിക്കുന്നതിനായി പാർവതി മാതാവ് അതികഠിനമായ ഒരു തപസ്സിലായിരുന്നു എന്ന് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ തപസ്സിന് അവസാനം പരമേശ്വരൻ പ്രത്യക്ഷനായി പാർവതി ദേവിക്ക് വരം നൽകി ദേവിയുടെ ഭർത്താവായിരിക്കാമെന്ന്. ആ ഒരു വരം കിട്ടിയതിന് ശേഷം ദേവി വളരെ പരിക്ഷീണിതയായിരുന്നു. ആ ഒരു തപസ് ആ ദേവിയെ ഒരുപാട് പരിക്ഷീണിതയാക്കിയിരുന്നു. ശരീരമാകെ കറുത്ത നിറമായി, മാലിന്യം, അതുപോലെ മനസ്സും ശരീരവും ഒക്കെ പരിക്ഷീണിതമായിരുന്നു. ആ സമയം പരമേശ്വരൻ പാർവതി മാതാവിലേക്ക് ഗംഗാജലം ഒഴുക്കി. ഗംഗാജലം ഏറ്റുവാങ്ങിയ ഭഗവതി വളരെ ശാലീന സുന്ദരിയും കരുണാമയിയും സന്തോഷവതിയുമായി തീർന്നു. ശുഭ്രവസ്ത്രധാരിണിയും ഒക്കെയായി വളരെ അമ്മയുടെ ഏറ്റവും കരുണാമയിയായ ഭാവമാണ് മഹാഗൗരി. വളരെ പ്രസന്നമായ ഭാവമാണ്. ഒരു കയ്യിൽ ത്രിശൂലവും മറ്റൊരു കയ്യിൽ ഡമരുവും ഒക്കെയായിട്ട് അമ്മയുടെ വളരെ പ്രസന്നമായ ഭാവമാണ് മഹാഗൗരി ഭാവം. അപ്പോൾ നവരാത്രിയുടെ 9ാം ദിവസത്തെ കഥയുമായി നമുക്ക് നാളെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കണം. അതൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.